ക്രൂശിത വഴിയിലൂടെ 31 ദിനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 41 തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾക്കുള്ളത് ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കും. ജീവിത വിശുദ്ധീകരണത്തിന് ദാനധർമ്മം അത്യന്താപേക്ഷിതമാണ് എന്ന ഈശോയുടെ വാക്കുകൾ നമുക്ക് ഈ നോമ്പുകാലത്ത് ദാനശീലമുള്ളവരായി തീരാം. നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. നമുക്ക് ഒന്നും സ്വന്തമായിട്ടില്ല. നമുക്കുള്ളതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. ദാനമായി ലഭിച്ചത് ദാനമായി കൊടുക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അതിന് നാം മടി കാണിക്കരുത്. ഉള്ളതും നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. ഈ നോമ്പുകാലത്ത് നാം ദാനശീലമുള്ളവരായി വളരുമ്പോൾ, നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നാം തയ്യാറാവുമ്പോൾ മാത്രമേ സത്യയിൽ പിതാവുമായി ഒന്നായിത്തീർന്ന ഈശോനാഥൻ നമുക്കായി മുറിയപ്പെട്ടതുപോലെ നമ്മുടെ ഉള്ളിലെ ഈശോയും മുറിയപ്പെടുകയുള്ളൂ. ദാനശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. അവരിന് നമുക്ക് സഹായകമായി മാറാം. അകത്തിൽ നിന്നും അവരിലേക്കുള്ള പ്രയാണമാണല്ലോ നോമ്പുകാലം. ഈ യാത്രയിൽ അവരിനു വേണ്ടി നമുക്ക് നിലകൊള്ളാം. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് നിശ്ചയമുണ്ടാകും. സ്തുതിയായിരിക്കട്ടെ.